നമസ്കാരം. മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള നടിയാണ് അനുശ്രീ. സ്വന്തം അയൽപ്പക്കത്തെ പെൺകുട്ടി എന്ന് തന്നെയാണ് അനുശ്രീയെ എല്ലാ പ്രേക്ഷകരും വിശേഷിപ്പിക്കാറുള്ളത്. റിയാലിറ്റി ഷോയിൽ മത്സരിച്ച് പിന്നീട് ലാൽ ജോസിന്റെ നായികയായി വെള്ളത്തിലെത്തിയ നടിയാണ്. സന്തോഷമായില്ല അരണേട്ട എന്ന ഒരു ഒറ്റ ഡയലോഗ് മതി പ്രേക്ഷകർക്ക് നമ്മുടെ അനുശ്രീയെ ഓർക്കാൻ. അല്ലെങ്കിൽ ചന്ദ്രേട്ടൻ എവിടെയാ എന്നുള്ള ഒരൊറ്റ ചോദ്യം മതി മലയാളികൾക്ക് അനുശ്രീയെ അറിയാൻ വേണ്ടിയിട്ട്. ഈ സിനിമകളിലൂടെ എല്ലാമാണ് മലയാളികളുടെ പ്രിയപ്പെട്ടവളായി അനുശ്രീ മാറുന്നത്. ഫഹദ് ഫാസിലിനൊപ്പം ഡയമണ്ട് നെക്ലേസ് എന്ന സിനിമയിലായിരുന്നു അനുശ്രീ ആദ്യമായി അഭിനയിക്കുന്നത്. ആ ഒരൊറ്റ സിനിമയിലൂടെ ക്ലിക്കുമായി. ആദ്യ സിനിമയിലെ നായിക വേഷം തരംഗമായി മാറിയതോടെ കൈനിറിയ അവസരങ്ങൾ നടിയെ പിന്നീട് തേടിയെത്തി. ഡയമണ്ട് നെക്ലേസിലെ രാജശ്രീ നടി അനുശ്രീ അടയാളപ്പെടുത്താൻ ഈ ഒരു സിനിമയും കഥാപാത്രവും മാത്രം മതിയാകും. അത്രത്തോളം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സിനിമയിൽ സാധിച്ചൊരു താരം കൂടിയാണ് അനുശ്രീ. മിനിസ്ക്രീനിലൂടെയാണ് തുടക്കമെങ്കിലും സിനിമയിലേക്ക് എത്തുന്നത് ഡയമണ്ട് നെക്ലേസ് എന്ന ലാൽ ജോസ് ചിത്രത്തിൽ തന്നെയാണ്. തുടർന്ന് നിരവധി ചിത്രങ്ങളുടെ ഭാഗമായ അനുശ്രീ ഇന്ന് മലയാളത്തിലെ ലീഡിംഗ് നടിമാരിൽ ഒരാൾ കൂടിയാണ്. മലയാള സിനിമയിലെ മുൻനിര നായകന്മാരിൽ ഒരാളായി മാറിയ അനുശ്രീ ജീവിതത്തിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണെന്ന് എപ്പോഴും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുന്ന നടിയുടെ നിലപാടുകൾ പലപ്പോഴും വിമർശനങ്ങൾക്കും സൈബർ ആക്രമണങ്ങളിലേക്കും ഒക്കെ കടന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഡോർ ഗേൾ ഇമേജിൽ മലയാള സിനിമാ രംഗത്ത് സ്ഥാനം നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അനുശ്രീക്ക്. അതേസമയം തന്നെ ഇതിഹാസം എന്ന സിനിമയിലൂടെ ഇമേജ് ബ്രേക്ക് ചെയ്യാൻ അനുശ്രീക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കോമഡി നന്നായി ചെയ്യാൻ പറ്റുന്ന മലയാളത്തിലെ ചുരുക്കം നടിമാരിൽ ഒരാൾ കൂടിയാണ് അനുശ്രീ. നമ്മുടെ പഴയ കാലത്തെ നടിമാരുമായിട്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഉർവശി മാം ഒക്കെ അത്രയും മനോഹരമായിട്ടുള്ള കോമഡിയും കൂടി ചെയ്തിരുന്ന നടിയാണ്. അപ്പോൾ ആ ഒരു ലെവലിൽ ഇന്ന് മലയാള സിനിമയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു നടി അനുശ്രീയാണ്. മാത്രമല്ല ചന്ദ്രേട്ടൻ എവിടെയാ ഉൾപ്പെടെയുള്ള സിനിമകളിൽ അനുശ്രീ തിളങ്ങിയിട്ടുണ്ടായിരുന്നു. കരിയറിൽ കയറ്റിറക്കങ്ങൾ അനുശ്രീക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അടുത്ത കാലത്തൊന്നും എടുത്തു പറയാൻ ഒരു ഹിറ്റ് സിനിമ നടിക്കില്ലായിരുന്നു. എന്നാൽ 2012 മുതൽ 2025 വരെ കരിയർ നായിക നടിയായി സാന്നിധ്യം അറിയിക്കാൻ അനുശ്രീക്ക് കഴിയുന്നു എന്നത് ചെറിയ കാര്യമല്ല. 34-കാരിയായ അനുശ്രീ വിവാഹം ചെയ്തിട്ടുമില്ല. യുവ നടിമാർക്കിടയിൽ ഏറെ ശ്രദ്ധേയായ നടിക്ക് ഇന്ന് ആരാധകരും ഏറെയാണ്. കാരണം താരത്തിന്റെ സ്വഭാവ സവിശേഷത തന്നെയാണ്. അഭിനയം കൊണ്ട് മാത്രമല്ല ശക്തമായ നിലപാടുകളിലൂടെയാണ് അനുശ്രീ ശ്രദ്ധ നേടിയിട്ടുള്ളത്. പലപ്പോഴും ഉത്സവങ്ങളിലും സാംസ്കാരിക പരിപാടികളിലുമൊക്കെ അനുശ്രീ സജീവ സാന്നിധ്യമാണ്. മറ്റു നടിമാരിൽ നിന്ന് വ്യത്യസ്തമായി പൊതുമാധ്യമത്തിൽ സാധാരണക്കാരെ പോലെ ഇടപെടാനുള്ള അനുശ്രീയുടെ കഴിവും പ്രശംസിക്കപ്പെടാറുണ്ട്. അനുശ്രീയുടെ നാടൻ സ്റ്റൈലിലും ആരാധകർ ഏറെയാണ്. ഉദ്ഘാടന വേദികളിലും അനുശ്രീ ഇപ്പോൾ സജീവമാണ്. നിരവധി പേരാണ് തങ്ങളുടെ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാനായി അനുശ്രീയെ ക്ഷണിക്കുന്നത്. ഇപ്പോഴത്തെ അനുശ്രീയുടെ മനസ്സിലെ ഒരു നന്മ വെളിപ്പെടുത്തുന്ന വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുന്നത്. ആലപ്പുഴയിൽ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ അനുശ്രീ വേദിയിൽ നിന്ന് പൊട്ടിക്കരയുന്നതാണ് വീഡിയോയിലുള്ളത്. ഫുട്ബോൾ താരം IM വിജയൻ ഉൾപ്പെടെ പങ്കെടുത്ത പരിപാടിയിലാണ് അനുശ്രീ പൊട്ടിക്കരഞ്ഞത്. അതിന് കാരണമായത് ഒരു വയോധികനായിരുന്നു. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നറുക്കെടുപ്പുണ്ടായിരുന്നു. 10,000 രൂപയായിരുന്നു സമ്മാനം. നറുക്കെടുപ്പിൽ വിജയിയെ തെരഞ്ഞെടുത്തത് അനുശ്രീ ആയിരുന്നു. പിന്നാലെ ആങ്കർ നറുക്കെടുപ്പിൽ വിജയിച്ച നമ്പറും പേരും മൈക്കിലൂടെ അനൗൺസ്മെന്റ് ചെയ്തു. എന്നാൽ നറുക്കെടുപ്പിൽ തനിക്കാണ് സമ്മാനം ലഭിച്ചതെന്ന് തെറ്റിദ്ധരിച്ച് സദസ്സിൽ നിന്ന് ഒരു വയോധികൻ സ്റ്റേജിലേക്ക് കയറി വന്നു. ഏറെ പ്രതീക്ഷയോടെയാണ് അദ്ദേഹം വേദിയിലേക്ക് കടന്നു വന്നത്. ഏറെ പ്രയാസപ്പെട്ട് സ്റ്റേജിലേക്ക് കടന്നു വന്ന പ്രായമുള്ള വയോധികനോട് അദ്ദേഹത്തിനല്ല സമ്മാനം കിട്ടിയതെന്ന് അവതാരക പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. തനിക്കല്ല സമ്മാനം ലഭിച്ചതെന്ന് അറിയുമ്പോൾ അദ്ദേഹം നിരാശപ്പെടുന്നുണ്ട്. മറ്റുള്ളവരുടെ സഹായത്തോടെ സദസ്സിലേക്ക് മടങ്ങുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നിരാശ കണ്ടപ്പോൾ കണ്ണു നിറഞ്ഞ അനുശ്രീ വേദിക്ക് പിന്നിലേക്ക് പോയി പൊട്ടിക്കരയുന്നത് ഓൺലൈൻ മാധ്യമങ്ങൾ പകർത്തിയ വീഡിയോയിൽ കാണാം. എന്നാൽ അദ്ദേഹത്തിന് വിഷമം കണ്ട അനുശ്രീയും സ്ഥാപനത്തിന്റെ ഉടമയും ചേർന്ന് നല്ലൊരു തുക പിന്നീട് അദ്ദേഹത്തിന് സമ്മാനിക്കുന്നുണ്ട്. വലിയ സന്തോഷത്തോടെയാണ് അദ്ദേഹം ആ തുക ഏറ്റുവാങ്ങുന്നത്. പിതാവിനെ പോലെയുള്ള ഒരാൾ നിരാശയോടെ മടങ്ങുന്നത് കണ്ട് വിഷമം വന്നുവെന്ന് അവതാരക പറയുമ്പോൾ അനുശ്രീ അംഗീകരിക്കുന്നുണ്ട്. വളരെ വൈകാരികമായാണ് സമൂഹ മാധ്യമങ്ങൾ അനുശ്രീയുടെ വീഡിയോയ്ക്ക് കമന്റുകൾ കുറിക്കുന്നത്. അനുശ്രീയുടെ നല്ല മനസ്സിനെ നിരവധി പേരാണ് അഭിനന്ദിക്കുന്നത്. ഇതാണ് മനുഷ്യത്വം എന്നാണ് ഒരാൾ കുറിച്ചത്. കുറെ കാലത്തിന് ശേഷം നല്ലൊരു വീഡിയോ കണ്ടു, കണ്ണും മനസ്സും നിറഞ്ഞു, മനുഷ്യനായാൽ പോരാ മനുഷ്യത്വം ഉണ്ടാവണം എന്നൊക്കെയാണ് കമന്റുകൾ വരുന്നത്. അതേസമയം അനുശ്രീയുടെ വേദിയിൽ വെച്ച് തന്നെ അവർ പരിസരം മറന്ന് കരയുകയും മറ്റുള്ളവർ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. എന്നാൽ അബദ്ധം പറ്റിയ ആ വൃദ്ധനെ സഹായിക്കാൻ അനുശ്രീ മുൻപോട്ട് വരുന്നുണ്ട്. കടയുടമയോട് അദ്ദേഹത്തിന് കൊടുക്കാനായി പണം ആവശ്യപ്പെടുകയും GPay ചെയ്യാമെന്നും അനുശ്രീ പറയുന്നു. ശേഷം അദ്ദേഹത്തെ വിളിച്ച് അടുക്കൽ നിർത്തി തന്റെ സ്നേഹ സമ്മാനം അനുശ്രീ അദ്ദേഹത്തിന് നൽകുന്നുണ്ട്. അല്ലെങ്കിൽ തനിക്ക് ഇന്ന് ഉറങ്ങാൻ കഴിയില്ലെന്നും അനു കൂട്ടിച്ചേർക്കുന്നുണ്ട്. പേഴ്സണലി എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഈവന്റ് ആയിരുന്നു. പുള്ളിയെ കണ്ടാൽ തന്നെ വിഷമം വരും, അത് എന്താണെന്ന് എനിക്ക് അറിയില്ലെന്നും അനു പ്രതികരിക്കുന്നുണ്ട്. അതേസമയം അനുവിന്റെ നല്ല മനസ്സിനെ കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ മിക്ക സംസാര വിഷയവുമുള്ളത്. ഒരിക്കലും അദ്ദേഹത്തിന് വേണ്ടി പണം നൽകേണ്ട ഉത്തരവാദിത്തം അനുവിനില്ല എന്നിട്ടും അവർ കാണിച്ച മനസാക്ഷിയാണ് കൈയടി നൽകേണ്ടതെന്നാണ് ആരാധകർ കുറിക്കുന്നത്.
അതേസമയം വെടിവഴിപാട്, റെഡ് വൈൻ, പുള്ളിപ്പുലികളും മാട്ടിൻകുട്ടിയും, നാക്കുപെൻഡ്, നാക്കുതാക്ക, ചന്ദ്രേട്ടൻ എവിടെയാ ഒപ്പം തുടങ്ങിയ സിനിമകളിലും അനുശ്രീ തിളങ്ങി നിന്ന നടിയാണ്. ഇതാദ്യമായല്ല, എപ്പോഴും അനുശ്രീ ഇങ്ങനെ തന്നെയാണ്. ഒരു നാട്ടിൻ പുറത്തുകാരി, അല്ലെങ്കിൽ അത്രയും ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു താരജാടയില്ലാത്ത ഒരു താരം നിന്ന് തന്നെയാണ് എപ്പോഴും അനുശ്രീ വിശേഷിപ്പിക്കാറുള്ളത്. അതിനുള്ള കുറേ കാരണങ്ങളുണ്ട്. അതിലൊന്നായിരുന്നു നമ്മുടെ വ്ളോഗറായ നാഗ സൈരേന്ദ്രയെ സന്ദർശിച്ച ഒരു സംഭവം. സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധേയായ വ്ളോഗർ നാഗ സൈരേന്ദ്രയെ വീട്ടിലെത്തിയാണ് മലയാളത്തിന്റെ പ്രിയ നടി അനുശ്രീ സന്ദർശിച്ചിരുന്നത്. ഇരുവരും ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നതിന്റെ വീഡിയോ നാഗ സൈരേന്ദ്രയുടെ സുഹൃത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് വൈറലായിരുന്നു. ഗുരുദിവ്യ ഒപ്പം അനുശ്രീ എന്നാണ് വീഡിയോയ്ക്കൊപ്പം കുറിച്ചിരുന്നത്. കൊല്ലം ജില്ലയിലെ കുളക്കട സ്വദേശിയാണ് നാഗ സൈരേന്ദ്രി. സമൂഹ മാധ്യമങ്ങളിൽ നാഗയുടെ റിയാക്ഷൻ വീഡിയോസ് വൈറലാകാറുണ്ട്. അടുത്തിടെ കൊലമാസ് എന്ന സിനിമയിൽ ശബ്ദ സാന്നിധ്യമായും നാഗ സൈരേന്ദ്രി കയ്യടി നേടിയിരുന്നു. അനുശ്രീക്കൊപ്പമുള്ള നാഗ സൈരേന്ദ്രിയുടെ വീഡിയോയ്ക്ക് താഴെ നിരവധി ആളുകളാണ് ലൈക്കും കമന്റുകളുമായി എത്തിയിരുന്നത്. പോസിറ്റീവ് കമന്റുകളാണ് കൂടുതൽ. ഒരുപാട് സന്തോഷമായി ചേച്ചി, രണ്ടുപേരെയും ഒത്തിരി ഇഷ്ടം. നാഗചേച്ചിയെ കാണാൻ തോന്നിയ ആ മനസ്സ്, നാഗചേച്ചിക്കും സന്തോഷവും അഭിമാനവും തോന്നിയ നിമിഷമായിരിക്കും ഇത്. അനുശ്രീ, ഐ ലവ് യു എന്നിങ്ങനെയാണ് കമന്റുകൾ വന്നത്. കാരണം നാഗ സൈരേന്ദ്രയെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം, സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാണ്. പക്ഷേ എപ്പോഴും പല കളിയാക്കലുകളെല്ലാം നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു വ്ളോഗർ കൂടിയാണ് അവർ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അനുശ്രീ കാണിക്കുന്ന, എല്ലാവരോടും കാണിക്കുന്ന ആ ഒരു സ്നേഹം, ഒരു സെലിബ്രിറ്റി ആയിട്ടുണ്ട് പോലും താരജാടകളൊന്നും ഇല്ലാതെ ഏതൊരാളടുത്തും മനോഹരമായി തന്നെ പെരുമാറുന്ന അനുശ്രീയുടെ സ്വഭാവ സവിശേഷതയെ കുറിച്ച് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഈ ഒരു ഇതിലൂടെ ചർച്ചാ വിഷയമായത്. അതേസമയം തന്നെ സ്വന്തം നാട്ടിലെ ക്ഷേത്രോത്സവത്തിന് സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്ന് കൈകൊട്ടിക്കളി അവതരിപ്പിച്ച നടി അനുശ്രീയുടെ വീഡിയോയും വൈറലായിരുന്നു. കടുനീലയും ചുവപ്പും കലർന്ന ധാവണിയെടുത്ത് തലയിൽ മുല്ലപ്പൂ ചൂടി നാടൻ ചുവടുകളുമായി ആടിക്കളിക്കുന്ന അനുശ്രീയുടെ വീഡിയോ ആരാധക ശ്രദ്ധ നേടിയിരുന്നു. അനുശ്രീയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് പിങ്കി വിശാലാണ് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നത്. അനുവിന്റെ സ്വന്തം നാട്ടിലെ കമുകുംചേരി തിരുവിളങ്ങോനപ്പൻ അമ്പലത്തിൽ ഉത്സവത്തിന്റെ ഭാഗമായി അനുവും നാട്ടിലെ സുഹൃത്തുക്കളും ചേർന്ന് കൈകൊട്ടിക്കളി എന്നാണ് വീഡിയോ പങ്കുവെച്ച് പിങ്കി വിശാൽ കുറിച്ചത്. വലിയ സ്വീകാര്യതയാണ് അനുശ്രീയുടെ ഡാൻസ് വീഡിയോയ്ക്ക് ലഭിക്കുന്നത്. കുറച്ച് പ്രശസ്തി വന്നാൽ പിന്നെ നാടും വീടും മറക്കുന്ന സെലിബ്രിറ്റികൾക്കിടയിൽ അനുശ്രീ വേറിട്ട് നിൽക്കുന്നുവെന്നാണ് ഒരു ആരാധകൻ കുറിച്ച കമന്റ്. ഒരു സിനിമാ താരമാണെന്നുള്ള എന്തെങ്കിലും ജാടയുണ്ടോ എന്ന ചോദ്യമാണ് കമന്റ് ബോക്സിൽ ഒരു ആരാധിക കുറിച്ചത്. ഇത് കളിച്ചാലോ നമുക്ക് എന്ന ചോദ്യവുമായാണ് കൊറിയോഗ്രാഫർ ബിജു ധ്വനിധരൻ എത്തിയത്. ഓക്കെ സെറ്റ്, നമ്മൾ പൊളിക്കുമെന്നായിരുന്നു ബിജുവിന്റെ കമന്റിന് അനുശ്രീയുടെ മറുപടി. മുൻപും നാട്ടിലെ പരിപാടികളിൽ സജീവമായി പങ്കെടുക്കുന്ന അനുശ്രീയുടെ ചിത്രങ്ങളും വീഡിയോകളും ചർച്ചയായിട്ടുണ്ട്. സിനിമയിൽ സജീവമായി നിൽക്കുമ്പോഴും നാടുമായും നാട്ടുകാരുമായും വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന വ്യക്തിയാണ് അനുശ്രീ. സ്വന്തം നാട്ടിലെ ഉത്സവത്തിനാണ് താരം സുഹൃത്തുക്കൾക്കൊപ്പം ചുവടുവെച്ചത്. കടുനീലയും ചുവപ്പും നിറത്തിലുള്ള ധാവണി ധരിച്ച് മുല്ലപ്പൂ ചൂട് വയ്ക്കുന്ന താരത്തെ വീഡിയോയിൽ കാണാം. വീഡിയോ ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞു. അനുവിന്റെ സ്വന്തം നാട്ടിലെ കമുകുംചേരി തിരുവിളങ്ങോനപ്പൻ അമ്പലത്തിൽ ഉത്സവത്തിന്റെ ഭാഗമായി അനുവും നാട്ടിലെ സുഹൃത്തുക്കളും ചേർന്ന് കൈകൊട്ടിക്കളി എന്ന അടിക്കുറിപ്പോടെയാണ് അനുശ്രീയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് പിങ്കി വിശാൽ വീഡിയോ പങ്കുവച്ചത്. പിന്നാലെ വീഡിയോയ്ക്ക് നിരവധി കമന്റുകളും വന്നു. മാത്രമല്ല, അനുശ്രീ ആരാധകർക്കുള്ള ഒരേ ഒരു പരാതി 33 വയസ്സ് കഴിഞ്ഞിട്ടും നടി വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാത്തതാണ്. അനുശ്രീയുടെ ചേട്ടന്റെ വിവാഹമെല്ലാം കഴിഞ്ഞ സാഹചര്യത്തിൽ, ഒരു കുഞ്ഞുമായ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇപ്പോഴും അനുശ്രീ അവിവാഹിതയായി തുടരുന്നത്? അതിൻ്റെ പല ഗോസിപ്പുകളും അനുശ്രീയുടെ വിവാഹത്തെക്കുറിച്ച് വന്നിട്ടുണ്ട്. നടൻ ഉണ്ണിമൂന്തനുമായി പ്രണയത്തിലാണെന്നുള്ള ഒരു ചർച്ച വന്നിട്ടുണ്ടായിരുന്നു. വിവാഹം ഉടൻ ഉണ്ടാകുമെന്നൊക്കെയുള്ള വാർത്തകളും സജീവമായിരുന്നു. പക്ഷേ ഇരുവരും ഭയങ്കര ചേർച്ചയാണെന്നും നിരവധി കമന്റുകൾ വന്നപ്പോൾ പോലും ആ ഗോസിപ്പിനെ അനുശ്രീയും ഉണ്ണിയും ചിരിച്ചു തള്ളുകയാണ് ചെയ്തത്. അടുത്ത സൗഹൃദമുള്ളവരാണ് ഉണ്ണിമൂന്തനും അനുശ്രീയും. മാത്രമല്ല രണ്ടുപേരും അവിവാഹിതരാണ്. ഒട്ടനവധി പരിപാടികൾ ഇരുവരും ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടിട്ടുമുണ്ട്. അതിനുശേഷമാണ് ഇരുവരെയും ഒരുമിച്ച് ജോഡിയായി പ്രഖ്യാപിച്ച് ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. എന്തായാലും ഇന്ന് സോഷ്യൽ മീഡിയ ഇപ്പോൾ ഭരിക്കുന്നത് അനുശ്രീ തന്നെയാണ്.